ഛത്തീസ്ഗഡിലും ഉത്തർപ്രദേശിലും വൈദ്യുതി വിതരണ മേഖല സ്വകാര്യവൽക്കരിക്കുന്നതിനെതിരെ നടക്കുന്ന സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് നാഷണൽ കോർഡിനേഷൻ കമ്മിറ്റി. കാഞ്ഞങ്ങാട് പോസ്റ്റ് ഓഫീസിന് മുന്നിൽ ഐക്യദാർഢ്യ സമരം നടന്നു. ചണ്ഡീഗഡിലും ഉത്തർപ്രദേശിലും വൈദ്യുതി വിതരണ മേഖല സ്വകാര്യവൽക്കരിക്കുന്നതിനെതിരെ നടക്കുന്ന സമരത്തിന് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ച് വൈദ്യുതി മേഖലയിലെ ജീവനക്കാർ, ഓഫീസർമാർ, പെൻഷൻകാർ, കരാർ തൊഴിലാളികൾ എന്നിവരുടെ കോർഡിനേഷൻ കമ്മിറ്റിയായ നാഷണൽ കോർഡിനേഷൻ കമ്മിറ്റി കാഞ്ഞങ്ങാട് പോസ്റ്റ് ഓഫീസിന് മുന്നിൽ നടത്തിയ ഐക്യദാർഢ്യ സമരം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ മണികണ്ഠൻ ഉദ്ഘാടനം ചെയ്തു. കേവല ഭൂരിപക്ഷവും ശക്തമായ പിന്തുണയില്ലാതിന്റെ സാഹചര്യത്തിൽ പോലും ഇത്തരത്തിൽ ജനവിരുദ്ധമായ അല്ലെങ്കിൽ ദേശവിരുദ്ധമായി എന്ന് തന്നെ നമുക്ക് വിശേഷിപ്പിക്കപ്പെടാൻ വേണ്ടി കഴിയുന്ന ഈ ഗുരുതരമായിട്ടുള്ള സ്വകാര്യവൽക്കരണ നയം അടിച്ചേൽപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുന്നു എന്ന് പറഞ്ഞാൽ ഇതിന്റെ പ്രത്യേകത എത്രത്തോളം ഉണ്ട് എന്ന് നമ്മൾ കാണേണ്ടതുണ്ട്. ഇന്ന് എന്തുകൊണ്ടാണ് ഈ പെട്രോളിയം ഉൽപ്പന്നങ്ങൾ ഇന്ന് നമുക്ക് ഒരിക്കലും നിയന്ത്രിക്കാൻ കഴിയാത്ത വിധത്തിലേക്ക് അതിന്റെ ഭീകരമായിട്ട് വിലക്കയറ്റം മുന്നോട്ട് കുതിച്ചുകൊണ്ടിരിക്കുന്നത്? നമ്മൾ തമാശ രൂപയാണെങ്കിലും ബാണം പോലെ വില കയറുമെന്ന് പറയുന്നത് ബാണം പോലെ മാത്രമല്ല, ഇന്ന് സൂപ്പർസോണിക് വേഗതയിലാണ് പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ വില വർദ്ധിക്കുന്നത്. കാരണം പെട്രോളിയം മേഖലയിൽ സമ്പൂർണ്ണമായ സ്വകാര്യവൽക്കരണം നടന്നു. കേന്ദ്ര ഗവൺമെന്റ് നിയന്ത്രണത്തിലുണ്ടായിരുന്ന പെട്രോളിയം മേഖല സമ്പൂർണ്ണമായും സ്വകാര്യവൽക്കരിച്ചു, കോർപ്പറേറ്റുകൾക്ക് കൊടുത്തു. കെ പി അശോകൻ അധ്യക്ഷനായി. വിവിധ സംഘടനാ നേതാക്കളായ വി ജനാർദ്ദനൻ, ഒ ബി രമേശ്, സദർ റിയാസ്, എം ഭാസ്കരൻ, കെ പി രാമചന്ദ്രൻ, കെ കൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. കെ ശശിധരൻ സ്വാഗതവും പി പി ബാബു നന്ദിയും പറഞ്ഞു. ടി ബി റോഡ് കേന്ദ്രീകരിച്ച് നടന്ന പ്രകടനത്തിൽ നിരവധി പേർ അണിനിരന്നു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്.